ഈ വർഷവും നമുക്കറിയാം, ഇപ്രാവശ്യം ബഡ്ജറ്റിൽ മുന്നോക്ക വികസന കോർപ്പറേഷന് 38 കോടി രൂപ നൽകി. ഇതെന്തിനാണ്? മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ, അവരുടെ ഭവന പദ്ധതികൾ നടപ്പിലാക്കാൻ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസപരമായി ഉയർന്നു വരാൻ കിട്ടുന്ന അവസരങ്ങൾ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 10% സംവരണം ഏർപ്പെടുത്തി. അതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ, ഇന്ന് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ 10% സംവരണം, കേന്ദ്ര ഗവൺമെന്റിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് 10% സംവരണം ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഏർപ്പെടുത്തി എന്നത് നമ്മൾ മറക്കരുത്. അതിനുശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 10% സംവരണം കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ ഒരു ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ പാവങ്ങൾക്ക് വേണ്ടി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാർ ഇവിടെ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പൊ NSS പറഞ്ഞത് ശരിയാണ് എന്ന് സുപ്രീം കോടതി പോലും അംഗീകരിച്ചു. സാമ്പത്തിക സംവരണത്തിനെതിരെ കേസുകൾ നടത്തിയെങ്കിലും ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുന്നതിൽ തെറ്റില്ല, കൊടുക്കേണ്ടതാണ് എന്ന സുപ്രീം കോടതി വിധി ഇനി ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സുപ്രീം കോടതി വിധി വന്നു എന്നുള്ളത് മന്നത്താചാര്യൻ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർ വരെ നടത്തിക്കൊണ്ടുവന്ന നിയമ പോരാട്ടങ്ങളുടെ പരിസമാപ്തി, അതിന്റെ ഫലപ്രാപ്തിയാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് മുന്നോക്ക സമുദായത്തിൽ ജനിച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതാകുന്നു എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും സംവരണം വേണം. ഒരു കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അകറ്റി നിർത്തിയിരുന്ന വലിയൊരു സമൂഹം, ആ സമൂഹത്തിന് ഭരണഘടന വിഭാവനം ചെയ്ത സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയൊരു സംവരണ തത്വം കൊണ്ടുവന്നത് നന്നായി എന്നുള്ളതാണ്. കാരണം അവർക്ക് നിഷേധിക്കാൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും സംവരണം നിഷേധിക്കാൻ സമയമായിട്ടില്ല. അവരിങ്ങനെ ഒരുപടി മുന്നോട്ട് വരാറ്. അവരെ അത്രത്തോളം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹമായിരുന്നു. നമ്മൾ ന്യായമായി ഇവിടെ എപ്പോഴും ചിന്തിക്കാൻ, നമ്മുടെ സമുദായം നമ്മളെ പഠിപ്പിച്ചത് ജാതി പറയാനല്ല, നായന്മാരെല്ലാം കൂടി സംഘടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല. നമുക്കിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മന്നം സമാധി ദിനം വരുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എല്ലാ വർഷവും ഓരോ കരയവാങ്ങവും പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് മനസ്സിൽ ഓർക്കണം. എന്റെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായോ അവർക്ക് വേദനയുണ്ടാക്കുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യുകയില്ല എന്ന് നായനായ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ വളരണം, അതിനൊപ്പം അതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ കരുത്തുള്ള ഭരണഘടനകളുണ്ട്. മന്നത്താചാര്യനാണ് ഏറ്റവും വലിയ മതേതരത്വം ഉയർത്തിപ്പിടിച്ചത്. അദ്ദേഹത്തിന്റെ പാതയിലാണ് ഉണ്ടായത്. നമ്മൾ ജാതി പറയുകയും ജാതി ചിന്തിക്കുകയും ചെയ്ത് തെറ്റാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഗുജറാത്തിലും മറ്റും പോയി. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്നതൊന്നും സത്യമല്ല. ഞാൻ ഗുജറാത്തിലൊക്കെ പോയി 1 മാസത്തോളം ഗുജറാത്തിലെ രാജസ്ഥാനിലുമായിട്ട് താമസിച്ചു. നമ്മൾ ലജ്ജിച്ചു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്. ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് പലപ്പോഴും ഞാൻ സംശയം ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അവിടെ ചെല്ലുമ്പോൾ എന്താ സ്ഥിതി അറിയാം? ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും ഭയന്ന് ജീവിക്കുക. അതൊരു ശരിയുള്ള കാര്യമാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമ്മൾ ഓരോരുത്തരും ഭയന്ന് ജീവിക്കുക, ആരെങ്കിലും ഒരു വിഭാഗത്തെ ഭയന്ന് ജീവിക്കുക. പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥയാണ് അവിടെയുള്ള മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്കെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ലജ്ജിച്ചു. പ്രത്യേകിച്ച് മലയാളി ലജ്ജിച്ച് തള്ളാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ജാതി ചിന്തയില്ല. നമ്മുടെ ഉള്ളിൽ, മലയാളികളുടെ ഉള്ളിൽ കുറച്ചുകൂടി വിദ്യാഭ്യാസവും ഒക്കെ നേടിയ നമ്മൾ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. മന്നത്താചാര്യനാണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറണം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച് നമ്മുടെ നമ്മുടെ ഡോക്ടർ സുജാത എഡിറ്റ് ചെയ്ത പുസ്തകമുണ്ട്. അപ്പൊ പലരും പറയുന്നത്, അത് ഞാൻ പറയാം. ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ മന്നത്താചാര്യന്റെ പങ്ക് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് വൈക്കം സത്യാഗ്രഹത്തിന് ജൂബിലി ആഘോഷിക്കുമ്പോൾ എല്ലാ മഹാന്മാരും വന്നു. അതിലെ മാതൃഭൂമി പത്രത്തിന്റെ മുന്നിൽ പ്രസിദ്ധീകരിച്ച, മനോരമയാണോ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം. ആ ചിത്രത്തിൽ കാണുന്നത് മഹാത്മജിയെ ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ ഇല്ലത്തിന്റെ പുറത്തിരുത്തിയിരിക്കുന്നതാണ്. കാരണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അന്ന് ഹരിജനങ്ങൾ എന്ന് വിളിച്ചിരുന്ന പാവങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ബ്രാഹ്മണനായ മഹാത്മാഗാന്ധിയെ തളത്തിന് പുറത്തിരുത്തിയിരിക്കുകയാണ് ഒരു നമ്പൂതിരി. അതായിരുന്നു അവസ്ഥ. ഇത് കഴിഞ്ഞ് ഈ അനുഭവം എല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതൊന്നും മഹാത്മജിയുടെ മനസ്സിനെ ചർച്ച ചെയ്ത കാര്യമല്ല. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയം, ഈ സത്യാഗ്രഹം, ഈ ക്ഷേത്രപ്രവേശനം വേണ്ടിയുള്ള ഈ സത്യാഗ്രഹം
എല്ലാ വിശ്വാസികളായ ഹിന്ദുക്കളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ഈ സമരം വിജയിക്കണമെങ്കിൽ ഒരു മുന്നോക്ക സമുദായത്തിന്റെ കരുത്തനായ ആജ്ഞാശേഷിയുള്ള പ്രൗഢിയുള്ള ഒരു നേതാവിനെ ഈ സമരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ എന്ന് അതിബുദ്ധിമാനായ മഹാത്മാവ്. നമുക്കറിയാം, ഉപ്പ് സത്യാഗ്രഹം നടത്തി സമാധാനത്തിന്റെ പാതയിൽ ലോകം കാണാത്ത ഒരു സമരമുറ, സത്യാഗ്രഹത്തിന്റെ സഹനത്തിന്റെ സമരമുറയിലൂടെ അഹിംസയിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുമടക്കി വെച്ച മഹാത്മാഗാന്ധി പറഞ്ഞു, ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കരുത്തുറ്റ ആജ്ഞാശേഷിയുള്ള ഒരു നേതാവിനെ ഈ സമരമുഖത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കൂ. അങ്ങനെയാണ് മന്നത്താചാര്യനെ ഈ സമരമുഖത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പദയാത്ര നടത്തുകയും അങ്ങനെ ഭരണകർത്താക്കളെ വികാരങ്ങൾ, അതായത് ഈ രാജ്യത്ത് കാണുന്ന ഏതാണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതല്ലാത്ത എല്ലാ ക്ഷേത്രങ്ങളും നായന്മാരുണ്ടാക്കിയത്, സംശയിക്കുകയുമില്ല. വൈക്കം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, ഇതെല്ലാം ശബരിമല ക്ഷേത്രം പണിഞ്ഞ തിരുവിതാംകൂർ രാജാവെന്ന് പറയും. പക്ഷേ അന്ന് ക്ഷേത്രം പണിയാനും ആരാധിക്കാനും അവസരം മുന്നോക്കക്കാർക്കല്ലേ ഉള്ളൂ. ഒന്നീ ബ്രാഹ്മണനായിരുന്നു, അല്ലെ നായരായിരുന്നു. മറ്റുള്ളവർക്ക് കയറാൻ പോലും പറ്റത്തില്ല. അപ്പൊ അവരെ പൈസ കൊണ്ട് ക്ഷേത്രം പണിയുന്നില്ല. അപ്പൊ അങ്ങനെ ക്ഷേത്രം പണിഞ്ഞ് ആ ക്ഷേത്രങ്ങളിൽ വിശ്വാസികളായ മുഴുവൻ ഹിന്ദുക്കളെയും, ഈഴവ വിഭാഗത്തിൽപ്പെട്ടവർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, ഇവരെല്ലാം പ്രവേശിപ്പിക്കണമെന്ന വിശാലമായ കാഴ്ചപ്പാട് രാജഭരണം നടത്തുന്നവരെ ബോധ്യപ്പെടുത്തുക. മഹാരാജാവ് ഉണ്ടാക്കിയ അമ്പലങ്ങൾ, അതുകൂടാതെ നായർ തറവാടുകളും നമ്പൂതിരി കുടുംബങ്ങളും സ്ഥാപിച്ച മുഴുവൻ ക്ഷേത്രങ്ങളിലും എല്ലാ വിശ്വാസികളെയും പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞ് ജാഥ നയിച്ച് തിരുവനന്തപുരത്ത് പോയി ഭരണകർത്താവ് പ്രസിഡന്റ് മഹാറാണിയെ ബോധ്യപ്പെടുത്തിയ നമ്മുടെ നേതാവ് ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ അടയാളമാണ് മന്നത്താചാര്യൻ.